ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ടിപ്സുകൾ കാണിച്ചു തരാൻ പോവുകയാണ്. കൂട്ടത്തിൽ ഒരു ഡീപ്പ് വി നെക്ക് പ്രിൻസസ് കട്ടും കൂടെ. 2-3 ടിപ്സുകളുണ്ട് ഇതിൽ. എളുപ്പത്തിൽ ബ്ലൗസ് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സ്. പിന്നെ ഒരു ഡീപ്പ് 8 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് കഴുത്ത്, പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് കഴുത്താണ് എടുക്കുന്നത്. ഡീപ്പ് വി ആണിത്. അപ്പോൾ ഇതിന് 8 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. 8 ഇഞ്ച് എടുത്ത് നമ്മളൊരു 2.5 ഇഞ്ച് വൈഡും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അവിടുന്ന് ഒരു 1/2 ഇഞ്ച്, പകുതി ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് മാറ്റി ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു ഷേപ്പിൽ വരയ്ക്കണം കേട്ടോ. ഇത് നമുക്ക് ക്യാൻവാസിൽ വേണമെങ്കിലും ഇതില് വെട്ടിയിട്ട് ഇതിൽ തയ്ക്കാം, അല്ലാതെ വേണമെങ്കിലും തയ്ക്കാം. ഞാനിപ്പോൾ ഇതല്ല തയ്ക്കുന്നതാണ്, പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് അല്ലാതെ ഒന്ന് തയ്ക്കുകയാണ്. പ്രിൻസസ് കട്ട് ആയാലും നമുക്ക് ക്യാൻവാസിൽ വെട്ടി ഒട്ടിച്ചിട്ട് നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുന്ന മോഡലിൽ തന്നെ ഡീപ്പ് വി വെച്ച് തയ്ക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ അങ്ങനല്ല, ഒരു എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. രണ്ട് ഇഞ്ച് വൈഡാണ് അവിടെ വരുന്നത്. കണ്ടോ, വി ഇപ്പം നല്ല വൈഡായിട്ട് വി കിട്ടും ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്ക്. ബാക്കും അതുപോലെ തന്നെ ഒരു 8 ഇഞ്ച് തന്നെയാണ് ബാക്കിൻ്റെ ഇറങ്ങുക. 2.5 ഇഞ്ച് വീതി, താഴെ 2.5 ഇഞ്ച്, 3 ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ 2.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തയ്ക്കുന്ന നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ലൈനിങ് മാത്രമായിട്ട് തയ്ക്കുകയാണ് കേട്ടോ. ലൈനിങ്ങിൽ ഇത് വെച്ച് തയ്ക്കുകയാണ്. പ്രിൻസസ് നമ്മൾ വെട്ടിയ പീസ് വെച്ച് ലൈനിങ്ങിൽ തയ്ക്കുകയാണ്. ലൈനിങ് സാധാരണ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. പക്ഷെ ഇത് ഞാൻ അല്ലാതെ രണ്ടായിട്ട് തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. രണ്ടും രണ്ടായിട്ട് തന്നെ തയ്ക്കുന്നത്. മെയിൻ പീസും ലൈനിങ് പീസും രണ്ടായിട്ട് തയ്ച്ചെടുക്കുകയാണ്. മെയിൻ പീസും അതുപോലെ തന്നെയാണ് രണ്ടായിട്ട്. ഇതൊരു സാരി പീസാണ് കേട്ടോ. രണ്ടായിട്ട് തയ്ച്ചെടുക്കുകയാണ്. കാരണം കഴുത്ത് ഞാൻ ഇതിൽ തന്നെ അടിച്ചു മടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ടായിട്ട് തയ്ക്കുന്നത് കേട്ടോ. ഇതിൽ തയ്ച്ച് മടക്കുകയാണ്. അല്ലാതെ നമുക്ക് ക്യാൻവാസ് വെട്ടിയിട്ട് വേണമെങ്കിൽ ഇതിൽ തയ്ക്കാവുന്നതാണ്. ഇത് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് കഴിയും തയ്ച്ച് മടക്കുന്നത്. ഫ്രണ്ട് ഇങ്ങനെ തയ്ച്ച് മടക്കിയെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. ബാക്ക് തയ്ച്ച് മടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ബാക്കാണ് നമ്മൾ കീറി പോകാൻ സാധ്യതയുള്ളത്. പക്ഷെ ഫ്രണ്ട് അങ്ങനെ സംഭവിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ 2 സ്ഥിതി ഇങ്ങനെ തയ്ച്ചു മറിച്ചിട്ടു. ഇനി ജസ്റ്റ് അതൊന്ന് പതിച്ചടിക്കണം കേട്ടോ. പതിച്ചടിച്ചിട്ട് വേണം ഒരു തയ്യലിടാൻ. അപ്പോഴത് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് വീതിക്കൊന്ന് തയ്ക്കുക. അതിൻ്റെ കഴുത്ത് തയ്ച്ച് തീർന്നു. ഇനി നമുക്കത് മൊത്തത്തിൽ ഒന്ന് ലൈനിങ്ങും കൂടെ ആയിട്ടൊന്ന് ചേർത്തടിക്കുക. അപ്പം നമ്മളിതിൻ്റെ ഫ്രണ്ട് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കപ്പൊക്കെ വെച്ച് തയ്ക്കാന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ തയ്ക്കുന്നില്ല. ഇനി നമുക്ക് ബാക്ക് തയ്ക്കാം. ബാക്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഒരു ചെറിയ, ഞാനിതിന് ഡോട്ട് ഇടുന്നില്ല കേട്ടോ. ബാക്കിൽ ഡോട്ട് ഇടാതെ ഇവിടുന്ന് 1 ഇഞ്ച് വീതിക്ക് ഇങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ.
എന്നിട്ട് ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതൊരു വെറൈറ്റി സ്റ്റിച്ചിങ് ആണ്. സാധാരണ തയ്ക്കുന്നത് അല്ല. ക്യാൻവ ലൈനിങ് അടിയിൽ, അതിൻ്റെ മുകളിൽ മെയിൻ പീസ്, അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ബാക്കിൽ ഒരു പട്ട വയ്ക്കുമല്ലോ, ആ പട്ട ഇങ്ങനെ വയ്ക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ ചെറിയ ചെറിയ ടിപ്പുകളുണ്ടെന്ന് പറഞ്ഞത്. ഇതിങ്ങനെ വെച്ച് തയ്ക്കുക. എന്നിട്ട് ഇത് നിവർത്തിയിട്ട് ഇതിലേക്കൂടെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇനി ആ പട്ട ലൈനിങ്ങിൽ ചേർത്തടിക്കണം കേട്ടോ. കഴിഞ്ഞു. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? ബാക്കിലിതാ അവിടെ തയ്യലും ഇല്ല, കൈനൂലും ഇടണ്ട, ഒന്നും വേണ്ട. കണ്ടോ, അവിടെ ഒരു സ്റ്റിച്ചിങ്ങേ ഇല്ല. അതാണ് അതിന്റെ ടിപ്പ്. അപ്പൊ നമ്മൾ അത് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പട്ട അടിക്കണതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. പട്ട ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിന്റെ താഴ്വശത്ത് ഇങ്ങനെ ഒരു കുറുക്കിനൊരു തയ്യൽ തയ്ക്കുക. ഇത് പട്ട അടിക്കണത്, ഹൂക്ക് വയ്ക്കുന്നൊക്കെ ടിപ്പുകളുണ്ട് കേട്ടോ, അത് പറഞ്ഞുതരാം. ഇത് ഒരു സൈഡിലെ, നമ്മളെ ഹൂക്ക് വെക്കുന്ന സൈഡിലെ പട്ടയാണ്. ഇങ്ങനെ അടിച്ചെടുക്കുക. അത് പെട്ടെന്ന് കാര്യം കഴിയും നമുക്ക്. ഇങ്ങനെ തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മളത് ഈ സാരി പീസൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നുള്ളത് കൊണ്ട് ഒന്ന് തയ്ക്കുക. ഇനിതാ ഇതില് ഇത് നമ്മൾ ഹൂക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സൈഡ് ഏതാണോ ആ സൈഡിൽ വെച്ച് ഇങ്ങനെ തയ്ക്കുക. എന്നിട്ടത് കമഴ്ത്തി വെച്ച് ഒരു സ്റ്റിച്ചിങ് അതിൻ്റെ മേളിൽ കൂടെ ഇടുക. കഴിഞ്ഞു. ഹൂക്ക് വെക്കാനുള്ള പട്ട കഴിഞ്ഞു. നമ്മൾ 2 പട്ടയും കൊടുത്തടിച്ചാണ് വയ്ക്കുന്നത്. അടുത്ത ഇനി ഹൂക്ക് വെക്കുന്നത്, അല്ല ഹോള് വരിയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളിത് ഹോള് വരിയാനുള്ള പീസ് ഇങ്ങനെ തയ്ക്കുന്നു. ഇനി നമ്മളിത് ഇങ്ങനെ മടക്കിയിട്ട് ഹോള് വരിയാറാണ് സാധാരണ ചെയ്യുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ തിരിച്ചു, ഇങ്ങനെ തിരിച്ചൊക്കെ ഹോള് വരിയണം. ഇനി നമ്മൾ ഹോള് വരിയുന്നില്ല. ഹോൾ എങ്ങനെയാണ് വരിയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടോളൂ ഞാൻ ചെയ്യാൻ പോകുന്നത്. തയ്ച്ചു അങ്ങോട്ട് പോകുന്നു. എവിടെയാണോ ഹോള് വരികയുള്ള അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് കയറ്റി അടിക്കുക. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് വീണ്ടും ഹോള് വരിയാൻ എടുത്ത് അപ്പുറം അപ്പുറം ഡബിൾ സ്റ്റിച്ച് ഇടുക. ഒരു ഇടയ്ക്ക് ഒരു 2 നൂലട നമ്മൾ വിട്ട് തയ്ക്കണം. ആ 2 നൂലട വിട്ടത്, ആ 2 നൂലട നമ്മൾ കട്ട് ചെയ്ത് അവിടെ കട്ട് ചെയ്യണമെന്നില്ല. ഇങ്ങേറ്റത്ത് ഞാൻ കട്ട് ചെയ്യുന്നുമില്ല കേട്ടോ. എന്നിട്ട് ആ 2 നൂലട വിട്ടെടുത്ത് നമുക്ക് ഹൂക്ക് ഇങ്ങനെ അങ്ങ് കയറ്റാം. കണ്ടോ, കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് അങ്ങനെ ആ 2 നൂലട അവിടെ അങ്ങനെ കിടക്കും. കണ്ടോ, അവിടെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അപ്പുറത്തോട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ആ നേരെ അങ്ങ് അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ആ ഹൂക്ക് വയ്ക്കാനുള്ള സ്ഥലത്ത് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് വിട്ടിട്ട് അടുത്ത ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് അതിന്റെ ഇപ്പുറത്തൂടെ ഒരു തയ്യലും കൂടെ അങ്ങ് തയ്ക്കുക. കണ്ടോ, വളരെ ഈസി, പെട്ടെന്ന് കഴിയും. ഹൂക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിടാം. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ ഇനി കൈ തയ്ക്കുന്നത്, അതും പറഞ്ഞുതരാം. അങ്ങനെ 2-3 ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇതിൽ ഞാൻ പറയുന്നത്. കൂട്ടത്തിൽ ഒരു പ്രിൻസസ് കട്ടിന്റെ ഒരു തയ്യലും കൂടെ കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ ലൈനിങ് വെച്ചു, അതിന്റെ പുറത്ത് മെയിൻ പീസ് വെച്ചു, എന്നിട്ട് ഇതുപോലെ ഒരു പീസും കൂടെ നമ്മൾ പട്ട പോലെ വെക്കുകയാണ്.
ഇത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ അടിയിൽ തയ്യൽ വരാതെ എങ്ങനെയാണ് കൈ തയ്ക്കുന്നതെന്ന്. അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് പതിച്ചടിക്കണം. ഇനി ഈ പട്ട വെക്കണമെന്നില്ല, ലൈനിങ് ഇച്ചിരി കൂടെ നീളത്തിൽ വെട്ടിയിട്ട് ലൈനിങ് കുറച്ചും കൂടെ മുകളിലോട്ട് കയറ്റി വെച്ചാലും മതി. എന്നിട്ട് ആ ലൈനിങ്ങിൽ ഇത് തയ്ക്കണം കേട്ടോ. കണ്ടോ, പുറത്ത് കൈയുടെ പുറത്ത് തയ്യലില്ല, ഒന്നുമില്ല, കൈത്തയ്യലില്ല, ഒരു തയ്യലും വേണ്ട, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കൈയൊക്കെ തയ്ച്ചു, കണ്ടോ ഒക്കെ തയ്ച്ചു. ഇനി അതിനെ ജോയിന്റ് ചെയ്യുക. നമ്മൾ കഴുത്ത് തയ്ക്കുകയാണ് കേട്ടോ. കഴുത്ത് ഇത് ഞാൻ മിഷ്യൻ തയ്യൽ തന്നെ തയ്ക്കുകയാണ്, കൈനൂലല്ല തയ്ക്കുന്നത് കേട്ടോ. ക്രോസ് തുണി ഇങ്ങനെ വെട്ടി തയ്ക്കുക. കൈനൂലല്ലാത്തത് കൊണ്ട്, മിഷ്യൻ തയ്യലല്ലാത്തത് കൊണ്ട് അവിടെ കട്ടിടണം. മെഷീൻ തയ്യലായതുകൊണ്ട്, കൈനൂലാണെങ്കിൽ കട്ടിടണ്ട, പക്ഷെ മെഷീനിൽ തയ്ക്കുന്നതായതുകൊണ്ട് ഒന്ന് കട്ടിട്ട് തയ്ക്കുകയാണ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് തയ്ക്കാനുള്ളതുകൊണ്ട് ഈ പീസ് ഒന്ന് മടക്കി തയ്ച്ചെടുക്കുകയാണ്. ഷോൾഡർ ക്ലോസ് ചെയ്താണ് അടിക്കാനുള്ളത്, ബ്ലൗസ് ആയതുകൊണ്ട്. ഇനി നമ്മൾ ഇതിൽ ഷോൾഡർ ചേർത്തടിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്താണ് അടിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മടക്കി ക്ലോസ് ചെയ്താണ് അടിക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി ചേർത്ത് വെച്ചിട്ടൊക്കെ വേണം അടിക്കാൻ. ഇറക്കമൊക്കെ കറക്റ്റ് നോക്കി വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇനി അത് നമ്മൾ മറിച്ചിട്ടിട്ട് കഴുത്തങ്ങ് തയ്ക്കുകയാണ് കേട്ടോ. ബാക്ക് മിഷ്യൻ തയ്യൽ തയ്ക്കുകയാണ്. ചെറിയ വീതിക്ക് തയ്ക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്കത് ചേർത്തടിക്കുക. അത് സൈഡ് നമ്മൾ ചേർത്തടിക്കും. വണ്ണമൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് എത്രയാണോ വേണ്ടിയത് അതനുസരിച്ച് ചേർത്തടിക്കും. എന്നിട്ട് ഷോൾഡറും ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് കൈ വെച്ച് തയ്ക്കുകയാണ്. ഞാൻ ബ്ലൗസ് സ്പെഷ്യലിൻ്റെ ക്ലാസ് തുടങ്ങി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ താഴെയും ജോയിനിങ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ പൈസ അടയ്ക്കാനുള്ളത് വരും. 119 രൂപയുള്ള ഒരു മാസത്തേക്ക് 3 മാസത്തെ ക്ലാസ്സാണ്. ബ്ലൗസ് നന്നായിട്ട് തയ്ക്കാൻ പഠിക്കാം. ഇതാ കണ്ടോ, ആ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞു. ഇതാ ഇവിടെ എങ്ങും പുറത്ത് തയ്യലില്ല, കണ്ടോ, കയ്യിലും അതുപോലെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഡീപ്പ് വീനക്ക് ബ്ലൗസാണ് തയ്ച്ചു വയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്ലൗസ്. ടിപ്പുകളൊക്കെ മനസ്സിലായല്ലോ. അപ്പം ബ്ലൗസ് ക്ലാസ് കാണണമെന്നുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ.